വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. പുതുതായി പ്രതിഷ്ഠകൾ വെച്ചിട്ടുള്ളതായ ചില വ്യക്തികൾ അവരുടെ കുടുംബ നാലാമയിടത്ത് വെച്ചിരിക്കുന്നതായ ധർമ്മദേവാദികളെ കൃത്യമായിട്ട് പൂജിച്ചിട്ടും അവർക്ക് എന്താ അതിൻ്റെ ഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളില്ല, ഉണ്ടായിരുന്ന ദുരിതങ്ങൾ മാറുന്നില്ല, അത് അവിടേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. പൂജിക്കാനായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പൂജിച്ചു വന്നു കഴിഞ്ഞാൽ, വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോഴേക്കും വയ്യ, തലവേദന ഉണ്ടാവുക, പിന്നെ കിടക്കണം, എണീക്കാൻ പറ്റില്ല. അങ്ങനെ പലതരത്തിലുള്ളതായ പരാതികൾ അല്ലെങ്കിൽ വിഷമങ്ങളോ പറയുന്നവരുണ്ട്. അപ്പൊ അവര് കൃത്യമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാവും അവിടെ ഇരുത്തിയിട്ടുണ്ടാകുക. പിന്നെയോ ഇരിക്കുന്ന കർമ്മം, കൊടുക്കുന്ന കർമ്മം അവർ സന്തോഷത്തോടു കൂടി എടുക്കാനായിട്ട് അവർക്ക് പറ്റാത്തൊരവസ്ഥ വരുന്നു. അത് എന്തുകൊണ്ടെന്ന് നോക്കുമ്പോൾ ആ വെച്ചിരിക്കുന്ന സ്ഥലത്ത് മുൻകാലത്ത് എന്തുണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ല. ചിലപ്പോൾ വിപുലമായിട്ടൊക്കെ നോക്കി, നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്തൊക്കെ നോക്കി, അല്ലെങ്കിൽ നല്ല കുറ്റിത്തിറമനക്കാരാണ്, നല്ല ആശയമാണ്, അല്ലെങ്കിൽ ഒക്കെ ആണെന്ന് വെച്ചെങ്കിലേ, കുറ്റിയടിക്കുന്നവരൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ ഈ സ്ഥലം കുറച്ച് പെശകാട്ടാന്ന് പറയും. ഇനിയിപ്പോൾ ചില എഞ്ചിനീയർമാരുടെ കണക്കൊക്കെയാണ് ചിലപ്പോൾ അവർക്ക് സ്ഥലത്തിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതിന്റെ ഭാഗത്തോ അവിടെയും അതേപോലെ തന്നെ സർപ്പങ്ങളുടേതായ സാന്നിധ്യങ്ങളുള്ള സ്ഥലത്തോ ആണ് ഈ ക്ഷേത്രം വെക്കുന്നതെങ്കിൽ, കൊച്ചു കൊച്ചു തറകൾ വെക്കുന്നതെങ്കിൽ, തറയിലും ക്ഷേത്രയിലും ഒരേപോലെ തന്നെ ദേവനോ ദേവീനാണല്ലോ ഇവിടെ കുടിയിരുത്തുക. ഒന്നാലെ ദേവൻ അല്ലെങ്കിൽ ദേവി, ഇവരാരെങ്കിലും ആണ് ആ തറയമ്മലോ അല്ലെങ്കിൽ ക്ഷേത്രയിലോ ശരി, കൊട്ടിലായാലും ശരി അവിടെ കുടിയിരുത്തുക. പക്ഷേ ഇവരുടെ സാന്നിധ്യമുള്ള സ്ഥലത്താണെങ്കിൽ ആ ശിലേമേ ദേവന് ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ദേവിക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം മറ്റെല്ലാ ബുദ്ധിമുട്ടിനായിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നാഗങ്ങളെ. അവരുടെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ദേവൻ അവിടെ ഇരിക്കില്ല അവിടുന്ന്. അങ്ങനെ വരുമ്പോ എന്തായി, ഇവർ ഉദ്ദേശിച്ച പോലെ അദ്ദേഹത്തിന് ഇരിക്കാനും പറ്റിയില്ല, കിട്ടുന്ന കർമ്മം മറ്റുള്ളവർക്കാണ് പോണത്. എന്നാൽ ആ നാഗത്തിനെ ഇവിടെ കുടിയിരുത്തിയിട്ടുള്ളതാണോ? അല്ല. പക്ഷെ നാഗത്തിൻ്റെതായ സാന്നിധ്യമുള്ളത് മണ്ണും ഭൂമിയാണെങ്കിലേ, അവർ കുടിവെച്ചിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഈ ശിലയിലേക്ക് അവരുടെ സാന്നിധ്യം വരുമ്പോൾ, അത് അശുദ്ധിയായിട്ട് വരുമ്പോ ദൈവങ്ങള് അവിടുന്ന് വിട്ടുമാറി പോകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാവുക. കാരണം ഈ ശിലേമിരിക്കുന്നവര് മറ്റുള്ള സംഗതികളാ, നാഗയക്ഷിയോ അല്ലെങ്കിൽ അതോട് കൂട്ടിരിക്കുന്ന ദുരിതങ്ങൾ എന്താണെന്ന് വെച്ചെങ്കില് പ്രേതാദികളൊക്കെ വരിക. അപ്പൊ ആ കുടുംബത്ത് ആദ്യം ഉണ്ടാകുന്നതിനെക്കാട്ടി കൂടുതൽ അനർത്ഥങ്ങളാ വരിക. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ പിന്നെന്താ, വിശ്വാസമല്ല ഉണ്ടാവുക, അവർക്കൊക്കെ അവിശ്വാസം ഉണ്ടാവുക. ഒറ്റെണ്ണം വിശ്വാസം ഉണ്ടാവില്ല. ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഇത്രയും ദിവസം നിന്നിട്ടൊക്കെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് എവിടെ ശരിയായി, എന്തുകൊണ്ടാ ശരിയാവാത്ത? അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇനി ഒറ്റയ്ക്കാലും ശരി, കൂട്ടത്തിൽ ആരുമില്ല, ഒരു വ്യക്തി തന്നെ ഉള്ളൂ, അദ്ദേഹം ഇങ്ങനെ കുടിയിരുത്തിയാലും അവർക്ക് വിചാരിച്ചമാരുള്ളതായ ഒരു ഉയർച്ച, സാധാരണ ബുദ്ധിമുട്ടൊക്കെ കണ്ടു കഴിഞ്ഞാല് ഏതാ ദോഷത്തിന് ആ ദോഷത്തിനെ തീർത്ത് ഇപ്പൊ ചൊവ്വയ്ക്കോ അല്ലെങ്കിൽ കാളിക്കോ അല്ലെങ്കിൽ വിഷമായിക്കോ ഒക്കെ ഒരു തറ കെട്ടി അവിടെ പ്രതിഷ്ഠ വെച്ച് ശിലങ്ങി ശില, അതിനൊന്നും കുഴപ്പമില്ല, വിഗ്രഹം തന്നെ വേണമെന്നൊന്നുമില്ല. അതിന് ആത്മാർത്ഥമായിട്ട് വിളക്ക് വെച്ച് കർമ്മങ്ങൾ ചെയ്തു പോരും, ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. പക്ഷെ അത് ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ അത് കൂപ്പ് കുത്തി വീഴുന്ന പോലെയാ. പിന്നെ അതിന് ഒരു തെളിച്ചില്ല, അവിടെ ഒരു കാര്യമില്ല, കർമ്മം ചെയ്താലേ ഏൽക്കുന്നില്ല, വീട്ടിലേക്ക് പ്രശ്നങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോ നല്ല ആളുകളൊക്കെ അന്വേഷിക്കും, അല്ലെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞിട്ട് നീ അവിടെ ഇരിക്കുമെന്ന് പറയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ്, അപ്പൊ ഇത്തരം സ്ഥാനങ്ങളിലെ തറകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ, ദൈവങ്ങളുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇന്ന് അടക്കം തന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. അദ്ദേഹം ബോംബെയിലാണ് സെറ്റിൽ ആയിട്ടുള്ളതാണ്. അടുത്ത് വീട് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ 1 വർഷമായിട്ട് വീട് വെച്ചിട്ടുണ്ട്. ആ വീട് വെച്ചതിന് ശേഷം ഇതേ അവസ്ഥകളാണ്. എന്നാള് ആ ആൾക്കറിയാം, എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയിട്ട് 9 മാസത്തോളമായി. ആളെ വീട്ടിലുണ്ട്, വീട്ടുകാരായിട്ട് തമ്മിൽ മുണ്ടില്ല, ഇദ്ദേഹം മുണ്ടില്ല, അങ്ങോട്ടും വിളിക്കില്ല ഇങ്ങോട്ടും വിളിക്കുക, എൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാ പറയണത്. അതൊരാളുടെ കാര്യം. അപ്പൊ ഇത് ഒരു 4 മാസം മുൻപ് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അവർ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചേരിയുടെ ഭാഗമായിട്ടൊരു ചുടുകാടിന്റെ അടുത്തായിരുന്നു ഒരു വീടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു സ്ഥല, അവിടെ അവര് വീട് വെച്ചു. ആ ചുടുകാടിന്റെ അടുത്താണ് അവരുടെ വീട്. അപ്പോ അവിടെ കുറച്ച് അനർത്ഥങ്ങൾ വരാനായിട്ട് തുടങ്ങിയ സമയത്ത് വഴക്കുകളും പ്രശ്നങ്ങളും രോഗങ്ങളും ശരീരത്തിലൊക്കെ ചൊറിച്ചിലും ഇത്യാദികളൊക്കെ വരാൻ തുടങ്ങിയപ്പോ
അതേപോലെ തന്നെ അടിക്കടിക്ക് ഓരോ ആപത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു വിഷമമുണ്ടല്ലോ, എന്താണെന്ന് നോക്കുന്ന പറഞ്ഞു. അപ്പൊ അന്ന് അവരോട് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് താമസിക്കുന്നത് വാടകയ്ക്കാണ്, സ്വന്തമല്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറിക്കോളൂ, അവിടെ അത്ര സുഖമില്ലാത്തൊരു ഏരിയയാണ് നിങ്ങൾ ചെന്ന് പെട്ടിട്ടുള്ളത്, ഇതിന്റെ അനന്തരഫലം നിങ്ങൾ അനുഭവിക്കാതിരിക്കണുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ സമയങ്ങളൊക്കെ മാറി. ഇപ്പൊ എന്താണ്, ആ വീട്ടിലാരും താമസമില്ല. ഇദ്ദേഹം വേറെ ഒരു സ്ഥലത്ത് റൂം എടുത്ത് താമസിക്കുന്നു. ഭാര്യയുടെ വീട്ടിൽ, ഉമ്മമ്മയുടെ വീട്ടിൽ, അങ്ങനെ നാല് ദിക്കൽക്കായിട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ ഒരാളുടെ മാത്രം കാര്യമില്ല, ഒരുപാട് ആളുകൾ ഇതേപോലെ അനുഭവിക്കുന്നവരുണ്ട്. ഭാര്യ പിരിഞ്ഞു, മക്കൾ പിരിഞ്ഞു, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ടുള്ളതായ ഒരു നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം അവിടെ ഉണ്ടാകില്ല ഇത്തരം സ്ഥലങ്ങളിൽ വീട് വെച്ച് കഴിഞ്ഞാല്. കാരണം ഇപ്പൊ പലവരും കൂടുതൽ സ്ഥലങ്ങളുള്ളത് ഈ മനക്കാരുടെ പറമ്പില് അല്ലെങ്കിൽ പാടം അങ്ങനെയൊക്കെ ഉണ്ടാകുക, പാടത്തിന്റെ ഭാഗം ആ മണ്ണിട്ടൊക്കെ തൂർത്തിട്ട്, അല്ലെങ്കിൽ മനപ്പറമ്പൊക്കെ മേടിച്ചിട്ട്. ഈ മനപ്പറമ്പൊക്കെ മേടിച്ചിട്ട് എന്ന് പറഞ്ഞാല് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടെങ്കിലും ഇവര് ചെറിയൊരു വീട് വെച്ചില്ലെങ്കിൽ വലിയ വീട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വീട് ഇരിക്കുന്ന ഭാഗത്തേക്ക് അവരുടെ ചിട്ടവട്ടം അനുസരിച്ചിരിക്കാവുന്ന മൂർത്തികൾ അതിൻ്റെ ഉള്ളിൽ രക്ഷസ് ഉണ്ടാവും, നാഗങ്ങൾ ഉണ്ടാവും, എന്തൊക്കെയോ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഒപ്പം ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കാം, ആരാധന ഉണ്ടായിരിക്കാം. അപ്പൊ അവര് സ്വച്ഛന്തം അവിടെ ഒക്കെ ഇങ്ങനെ ഇരുന്നതാണ്, സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത്, പുറ്റുണ്ടായിരുന്നതാണ്, കാവുണ്ടായിരുന്നതാണ്. ഈ കാവും കാര്യങ്ങളൊക്കെ ഇന്ന് പല മനവീടും നശിച്ചത് കൊണ്ട് ഒക്കെ വിറ്റ് കൈമാറിപ്പോയി. അത് 3 സെന്റ് 4 സെന്റ് 5 സെന്റ് ഒക്കെ മേടിച്ച് അതിൽ പറ്റുന്ന തരത്തിലൊരു വീടും വെച്ച്, വലിയവനാക്കി വലിയ തരത്തിലുള്ള വീട്, ചെറിയവനാക്കി ചെറിയ തരത്തിലുള്ള വീടൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഉള്ളിൽ അവിടെ കിടന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറി കിടന്ന ശരീരമൊക്കെ ചൊറിഞ്ഞ് നാകെ പൊട്ടുക, അല്ലെങ്കിൽ കാലും കൂടെ ഇങ്ങനെ ഉറുമ്പ് അരിച്ചു വരുന്ന മാതിരി, അല്ലെങ്കിൽ പുറത്തുകൂടെ പെട്ടെന്ന് അരിച്ചു വരുന്ന മാതിരൊക്കെ ഉള്ള ഫീൽ ഉണ്ടാകും. അത് തട്ടിക്കളഞ്ഞാലും പോവില്ല, അല്ലെങ്കിൽ ആ ഒരു സമയമായി കഴിഞ്ഞാല് അതങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവ വരിക തന്നെയല്ല, അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ചിലവർക്ക് അതിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അവരുടെ മണ്ണില് ആ സ്ഥലം ഏതാണ് വെച്ചെങ്കിൽ, എത്രയും അവരുടെ വിസ്തൃതി ഉണ്ട് വെച്ചെങ്കിൽ, ആ സ്ഥലത്ത് അവരുടെ വീട് വന്നിട്ടില്ലെങ്കിൽ, അത് മാറിയിട്ടാണ് അവരുടെ വീട് വെച്ചെങ്കിൽ കുഴപ്പമില്ല, അത് അവിടെ ഇരിക്കണം, ഇത്രയും പ്രശ്നമില്ല. അതേപോലെ തന്നെ ചില ആളുകള് പഴയ വീടുണ്ടായിരുന്നു, ആ വീടുള്ള സമയത്ത് കുഴപ്പമില്ല, ഞങ്ങളിപ്പോ എന്താണ് കുഴപ്പം പറയാൻ കാരണം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ പഴയ സ്ഥലത്തുണ്ടായിരുന്ന വീട് എന്ന് പറഞ്ഞ പ്രശ്നമില്ല, പക്ഷെ ഒന്നാലെ വരാന്ത അല്ലെങ്കിൽ പുറത്ത് വർക്ക് ഏരിയ അല്ലെങ്കിൽ അടുക്കള ഒന്നുകൂടി കൂട്ടിയെടുത്തു. ആ കൂട്ടിയെടുക്കുന്ന സ്ഥലത്താവും ചിലപ്പോൾ ഇതിന്റെ സംഗതികളൊക്കെ ഉണ്ടാകുക. അത് വരുമ്പോ അവരുടെ ഒരു ആലയം മാതിരിയാവും ഇതിനോട് കൂടി ടച്ച് ആവുമ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടാ. വിശ്വാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഇതൊരു ദുരന്തം തന്നെയാണ്. എങ്ങനെ ഇവിടെ രക്ഷപ്പെടും? ഇത്തരം സ്ഥലങ്ങളിൽ വന്നുപെട്ടിട്ടുള്ള ആളുകള് അവർക്ക് മറ്റൊരു വീട്ടിലേക്ക് ഇവിടുന്ന് ഒഴിവാക്കി പോകാനായിട്ട് കഴിയില്ല. ഇനി സ്വന്തം സ്ഥലത്ത് വിൽക്കാനും പറ്റില്ല, കാരണം അവിടെ അങ്ങനെ കിടന്നിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ചക്രം ചവിട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ റേഞ്ചിൽ നെറ്റ് ഇങ്ങനെ വട്ടം തിരിയണ പോലെ അവിടെ നിന്നിട്ട് കറങ്ങലുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടാവും, രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. പിന്നെ വന്ന് ചോദിക്കുക, അവരുടെ സ്ഥലം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം സ്ഥലമാണെങ്കിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇറക്കിയും കാട്ടി പകുതിയോ അതിന്റെ പകുതിയിലോ വെച്ചിട്ട് ചോദിക്കുക. അപ്പൊ അവർക്ക് തീരെയും കൊടുക്കാൻ തോന്നില്ല. അങ്ങനെ കിട്ടിയ വിലക്ക് വിറ്റ് പോവാണെങ്കിൽ അവർ രക്ഷപ്പെടും. മേടിക്കണവന് ഇതിലും വലിയ ദുരിതം അവന്റെ തലയിലേക്ക് വരുന്നത് കണ്ട. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും മേടിക്കണവനും ഇത് മാറൊന്നുമില്ല, ആ മണ്ണിലാണ് ഇരിക്കുന്നത്. എന്നാൽ എന്ത് ചെയ്യാം, ഇദ്ദേഹം എവിടെ കൊണ്ടാണ് പ്രശ്നം വെച്ചാൽ ആ റൂമ ഭാഗം അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞാല് അവരുടെ വിഷമം ഉണ്ടാവില്ല. മനവീട് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും തന്നെ പിന്നെ ഉണ്ടാകുക ഈ രക്ഷസിന്റെയും ഈ പ്രേതത്തിന്റെയും, അതേപോലെ തന്നെ അവരുടെ ശരീരത്തിൽ കൂടി അതുകൂടി രോഗിയായി ഇണങ്ങാൻ വയ്യ. ഭാര്യനെ കണ്ട വഴക്ക്, ഭർത്താവിനെ കണ്ട വഴക്ക്, ഭാര്യക്ക് സംശയം, കാരണം ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, ഭാര്യയുടെ അടുത്ത് കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സംശയങ്ങളായി, എന്തുകൊണ്ടാണ് വരാത്തത്, വേറെ ആരെങ്കിലായിട്ട് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് വേറെ ആരെങ്കിലായിട്ടുള്ളതായ ഇടപാടുകൾ ഉണ്ടോ? അതിന് സ്ത്രീക്കാണെങ്കിലും ശരി, വീട്ടുകാരൻ അന്വേഷിക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യതായിരിക്കും, എന്തുകൊണ്ടാണ് ആൾക്ക് അത് ആദ്യത്തെ പോലെ ഇങ്ങോട്ട് അടുപ്പില്ലാത്ത, വേറെ ആരെങ്കിലായിട്ട് വല്ല ഇതിലുണ്ടായിരിക്കും, സ്നേഹിച്ച് പോന്നിട്ടുള്ളവരാവും ചിലപ്പോ. അപ്പൊ വേറെ ആളെ കണ്ടിട്ട് ആളുടെ മനസ്സിൽ അങ്ങനെ സ്നേഹം വേറെ പ്രേമം ഉണ്ടാവും എന്നുള്ളതാണ് ചിന്ത. അത് വീട്ടിൽ അടിക്ക് ഉണ്ടാവാനും ഡിവോഴ്സിനായാലും ശരി,
സുഖമായിട്ടുള്ളൊരു ജീവിതം അവിടെ ഉണ്ടാവില്ല. കാരണം ആ മണ്ണ് അങ്ങനെയാ. അത് ആ പാമ്പിന്റെ ആ നെഗറ്റീവ് ശക്തികൾ എവിടെ ഉണ്ടെങ്കിലും നെഗറ്റീവ് ശക്തി പോസിറ്റീവ് ശക്തി പോലെ തന്നെ നെഗറ്റീവ് ശക്തികളുണ്ട്. ആ നെഗറ്റീവ് ശക്തികൾ ഇരിക്കും ഭാഗത്ത് അത് ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ ഒരാൾക്കും പ്രശ്നം ഉണ്ടാക്കില്ല, അവരവിടെ ഇരുന്നോളും. പക്ഷെ അവരെ കയറിയിട്ട് അവരുടെ ശരീരത്തിൽ ഇപ്പൊ ഒരു തേനീച്ചകൂട് കടന്നലും കൂടൊക്കെ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. അത് അവിടെ അരുത്ത് ചെന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞാൽ ചരലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കംപ്ലീറ്റ് ഈ എറിഞ്ഞ ആളതിനാവും പൊതിയും. ഇതന്നെ അവസ്ഥ ഉണ്ടാകുക. അതിൽ വന്നവനും പോയവനൊക്കെ കിട്ടും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ദുരിതങ്ങൾ ഉണ്ടാകുക. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ദൈവങ്ങളിരിക്കുന്ന മണ്ണും ഭൂമിയാണെന്ന് വെച്ചെങ്കില് ആ അവിടെയാണ് പ്രശ്നം വെച്ചെങ്കില് ഒന്നുകിൽ ആ നാഗത്തിന്റെ അല്ലെങ്കിൽ പ്രേതത്തിന്റെ സാന്നിധ്യത്തിന് മാറ്റാൻ പറ്റുമോ നോക്കുക. അല്ലാത്ത പക്ഷം ഈ സ്ഥലത്ത് നിന്ന് മാറ്റിവെക്കുക. ആ മാറ്റിവെച്ചാലും അവരെ അവിടെ നിന്ന് കൃത്യമായിട്ട് മാറ്റം ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പ്രശ്നമില്ല. അത് വീടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായിട്ടിരിക്കാനായിട്ട് പറ്റില്ല. മത്സ്യമാംസങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. മത്സ്യമാംസങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നാലെ വയറുവേദന, അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ ചൊറിച്ചിൽ, അല്ലെങ്കിൽ ഛർദി, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ അസുഖം, അല്ലെങ്കിൽ കിടക്കാൻ പറ്റില്ല, എണീക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് അവരുടെ മാസമുറ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ ആകുമ്പോൾ അതേപോലെ തന്നെ ഇവരിയ്ക്കുന്ന ഭാഗത്തേക്ക് വേസ്റ്റ് വെള്ളം വരിക, സെപ്റ്റിക് ടാങ്ക്, ആ മാതിരി അത്തരം സംഗതികളൊക്കെ വന്ന് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ജോലിയും പോയിട്ട് വീടും പോയി ഭാര്യയും പോയി അല്ലെങ്കിൽ ഭർത്താവും പോയി മക്കളും ഉപേക്ഷിച്ചു രോഗിയായിട്ടിരിക്കുക, ഒരാളും കൊണ്ട് വരില്ല, ഒരാൾ അങ്ങോട്ടും പോയില്ല, ആ വീട്ടിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ കൃത്യമായി നോക്കി അറിഞ്ഞിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അതായത് ആ സ്ഥലത്ത് അത്രയും സർപ്പത്തിന്റെയോ മറ്റു പ്രേതാദികളുടെയോ ദുരിതങ്ങളുണ്ടെങ്കിൽ, ശത്രുദോഷങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ആ ശത്രുദോഷത്തിനെ നീക്കം ചെയ്ത് പ്രേതദോഷങ്ങളെ സർപ്പപ്രതിമ, പുറ്റ്, മുട്ട എന്നിവയിലേക്ക് ദോഷത്തെ ആവാഹിച്ച് അത് പ്രേതാദികളോട് കൂടി നിൽക്കുന്നുണ്ടോ, അതിന്റെ ഉപാസകന്മാരോട് കൂടി നിൽക്കുന്നുണ്ടോ, മറ്റു മൂർത്തികളായിട്ടുള്ള പരസ്പര ബന്ധത്തോടു കൂടിയിട്ടാണോ നിൽക്കുന്നതെങ്കിൽ അതിന് നോക്കിയറിഞ്ഞ് ആദ്യം മൂർത്തികളെ മാറ്റുക, ഈ പ്രേതത്തിനെ മാറ്റുക, സർപ്പത്തിനെ മാറ്റുക. സർപ്പത്തിനെ മാറ്റുമ്പോൾ അതിന്റെ ഉപാസകന്റേതായ ഒരു സാന്നിധ്യം ഉണ്ട് വെച്ചെങ്കിൽ അത് വന്ന് ആ ഉപാസകന്റെ സാന്നിധ്യത്തിനെ മാറ്റുക, പ്രതിമയിലേക്കാക്കുക. എന്നിട്ട് ഇതിനെ സാന്നിധ്യപ്പെടുത്തിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് അതിനെ സർപ്പക്കാവിൽ കൊടുത്ത് സർപ്പബലിയോ അല്ലെങ്കിൽ പാലും ഇത്യാദികൾ കൊടുക്കുക. അപ്പൊ അതിന് മുന്നേ നോക്കണം, ഇന്നമാതിരി ചെയ്തു കഴിഞ്ഞാൽ ഈ സർപ്പത്തിനെ ഇവിടുന്ന് ആവാഹിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വിട്ടുമാറുക, പിന്നീട് അവിടെ ഇരിക്കാൻ പറ്റുമോ ഇരുത്താൻ പറ്റുമോ അത് അറിയാം. അങ്ങനെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് കർമ്മം ചെയ്തതിന് നീക്കം ചെയ്യാം. അതേപോലെ തന്നെ പ്രേതാത്മാക്കള് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വിട്ടുമാറുമോ എന്നുള്ളത് നോക്കണം. അതായത് ആ സ്ഥലത്ത് മറവ് ചെയ്തിട്ടുള്ളതില് ഒരു അസ്ഥിയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവിടെ പിന്നെ വീട് വെച്ചിട്ട് കാര്യമില്ല, താമസിച്ചിട്ടും കാര്യമില്ല. ഇനി അവിടെ കിടന്ന് മരിച്ചിട്ടുള്ളതാണ്, അതിന്റെ പ്രേതബാധയാണ് അവിടെ വന്നിട്ടുള്ളത് വെച്ചെങ്കിൽ പ്രശ്നമില്ല, അതിനൊക്കെ ആവാഹിച്ച പോകും. കാര്യം മനസ്സിലാവുണ്ടല്ലോ. ഇപ്പൊ സർപ്പത്തിന്റെ ശരി ശില ആ മണ്ണിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോന്ന് അതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ജീവൻ വെക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു വീടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാവ് പോലെയാവും, സർപ്പക്കാവ് അല്ലെങ്കിൽ ക്ഷേത്രം പോലെയാവും. ഇതിന്റെ പ്രേതത്തിന്റെ ആയാലും അവർക്കൊരു വീടൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്മേൽ കിടക്കാൻ തുടങ്ങി, ഇരിക്കാൻ തുടങ്ങി, പെരുമാറാൻ തുടങ്ങുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികൾ അവർ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങും. ഒന്നുകിൽ ഇവര് ഉയർത്തെഴുന്നേൽക്കാൻ ഒരു കാലഘട്ടം ഉണ്ടെന്നുള്ളത് അവർക്കറിയാം, അതിനനുസരിച്ചാവും പിന്നെ അവർ പെരുമാറുക. അപ്പൊ വരുന്ന ആളുകൾക്ക് അറിവുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളിലുള്ള നാട്യമുള്ളൂ, അറിവുണ്ടാവില്ല. അറിവുണ്ട് വെച്ചാൽ അവരിങ്ങനെ വന്ന് പെടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് വെച്ചാൽ കൃത്യമായിട്ട് നോക്കുക. അത് നോക്കാൻ അറിയാത്തവരുണ്ട് വെച്ചാൽ നോക്കാൻ അറിയുന്ന കാര്യത്തേക്ക് പറഞ്ഞയക്കുക, നോക്കി അത് കൃത്യമായിട്ട് തരംതിരിക്കുക, എന്നിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാം. ഇങ്ങനെതാ ചെയ്യുമ്പോൾ അപ്പൊ പ്രേതദോഷത്തിന് അത് ആവാഹിച്ചു കഴിഞ്ഞാൽ വിട്ടുമാറുന്നതിനെ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്കും അശേഷ പ്രതിമയിലേക്കും ചതുർബാഹുവിലേക്കും ആവാഹിച്ച് അത് അതിൽ തന്നെ നോക്കുക. ഇതൊക്കെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കർമാദികൾ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ പ്രേത ദുരിതങ്ങള് വിട്ടുമാറിപ്പോകുമോ, അവർക്ക് മോക്ഷം കിട്ടുമോ, മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല, അത് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് തിരുനാവായിലോ പഞ്ചവടിയിലോ അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്ക് കിടന്നാൽ അവിടെ കർമ്മം ചെയ്യുന്നതായ സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ആലുവയിലുണ്ട്. ഇവിടൊക്കെ ചെന്ന് തിലഹോമം, ക്ഷേത്രപിണ്ഡം, സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്ന വ്യക്തി
അവിടുത്തെ ശാന്തിക്കാരനല്ല കേട്ടാ. ആർക്കാണ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരു നേരം ഭക്ഷണം തലേ ദിവസം ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് രാത്രി അരി ഭക്ഷണം കഴിക്കാതെ വേണം കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കർമ്മത്തിന് ആ പ്രേതാദികൾക്കൊക്കെ അവർ കൃത്യമായിട്ട് മോക്ഷം കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരും. അത് ആ പ്രേതാദികൾ അവർ ഉപാസകന്മാരായിട്ടുള്ളതായ ഒരു കണക്ട് കിട്ടിയതാണ് കിടക്കണമെന്ന് വെച്ചെങ്കിൽ ഒരിക്കലും അവർക്ക് കർമ്മം ചെയ്താൽ അവർ ഇങ്ങോട്ട് വരില്ല. അവർ വീണ്ടും എലസ്റ്റയ്ക്ക് വലിച്ചു വിട്ട പോലെ തന്നെ അതിലേക്ക് തന്നെ പോകും, അവരുടെ ഉപാസകയിലേക്ക് തന്നെ മാറിപ്പോകും. അതും രണ്ടും രണ്ടാക്കിയിട്ട് അതിനെ അവിടെ ആക്കണം. ഈ മൂർത്തികളെ തന്നെ നാഗം അടക്കമുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളതായ ഗുളികനോ ഇപ്പൊ രക്ഷസിനും വെച്ച് പൂജിക്കുന്ന ആളുകൾ ഉണ്ടാവും. ആരായാലും ശരി, ആ മൂർത്തിനും ദൈവത്തിനും അല്ല കർമ്മീനും വെവ്വേറെയൊക്കെ എന്നിട്ട് മോക്ഷം കൊടുക്കുക, കർമ്മം ചെയ്യുക, അത് നന്നായിരിക്കും. ഈ പ്രേതത്തിന്റെ സർപ്പത്തിന്റെ പറഞ്ഞു അവരുടെ സാന്നിധ്യമുള്ളതാണ്, അവർ വിട്ടുപോയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ ഒരു തുണ്ട സ്ഥലം അവിടെ കൊടുത്ത് അവരവിടെ ഇരുത്തി ആചരിച്ച് നിത്യ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ദോഷം വിട്ടുമാറോ എന്നുള്ളതും കൂടി നോക്കുക. ചിലത് ആവാഹിച്ചു പോരില്ല. അത് അങ്ങനെ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടത് കാണും. അവരവിടെ ഇരുത്തിയാൽ മതി, വിളക്ക് വെച്ചാൽ മതി, ആചരിച്ചാൽ മതി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. അപ്പൊ പിന്നെ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല. അവരൊക്കെ ആ ദൈവങ്ങൾ ആർക്കാണ് ആരുടെയാണ് കൂടുതൽ ദുരിതമെങ്കിൽ അവരിനെ ഒതുക്കി കഴിഞ്ഞാൽ ഈ കുടുംബത്ത് പഴയ പോലുള്ള സന്തോഷം, സമാധാനം, ഐശ്വര്യം, കുടുംബജീവിതം ഉണ്ടാകും. ഏത് ദൈവത്തിന് വെച്ചാലും അവർ പൈസ ഒന്നും കൊണ്ടുവന്നു തരില്ല. പക്ഷെ മറ്റുള്ളതായ അലോഗ്യവശങ്ങൾ മാറാൻ അത് സഹായിക്കും. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.